എവ്രിവൺ, എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂ ഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്തിന്റെ ക്ലാസ് ആണ്. മാത്തിൽ റീസണിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷനിൽ കുറെ പേർക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് നന്നായിട്ട് അറിയുന്ന എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരു ഏരിയ ആണെങ്കിൽ പോലും അവർക്ക് തെറ്റിപ്പോകുന്ന ചില പാട്ടുകളുണ്ട്. ഇപ്പോ എക്സ്പെഷ്യലി പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയും അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞു ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് വലത്തോട്ടുള്ളത് ഇടത്തോട്ട് മാറിപ്പോയാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ചേഞ്ച് ചെയ്തു പോകും. സോ നമ്മൾ അത് എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. അത് ചെയ്ത് പഠിക്കുന്നതിലും കൂടുതലും എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്ത് പഠിക്കാനായിട്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എ മാൻ walks 1 kilometer towards east and then turns southwards and walks 5 kilometers. Again he turned to east and walked 2 kilometers. After this he turned to the north and walked 9 kilometers. How far is the man from his starting point? സോ ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഈസി ആണ്. നമുക്ക് നമ്മുടെ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡിറക്ഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. നോർത്ത്, സൗത്ത്, എന്താണ് വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഒരാള് സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? എങ്ങോട്ട്? ഈസ്റ്റിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇങ്ങോട്ട് ഈസ്റ്റ് നമ്മൾ ആ ദിശയിൽ തന്നെ നമ്മൾ തിരിഞ്ഞാൽ മതി. അപ്പൊ ഈസ്റ്റിലോട്ട് ഒരാൾ സ്റ്റാർട്ട് ചെയ്തു. എത്രയാണ്? 1 കിലോമീറ്റർ നടന്നു. ദെൻ അവിടുന്ന് എങ്ങോട്ടാണ് തിരിഞ്ഞത്? സൗത്തിലോട്ട് തിരിഞ്ഞു. സൗത്തിലോട്ട് തിരിഞ്ഞ സമയത്ത് എത്രയാണ് അയാൾ നടന്നത്? 5 കിലോമീറ്റർ ആണ് നടന്നത്. പിന്നെ അതിനുശേഷം അയാൾ എങ്ങോട്ടാണ് തിരിഞ്ഞത്? എഗെയിൻ ഈസ്റ്റിലോട്ടാണ്. പിന്നെയും ഈസ്റ്റിലോട്ടാണ് ആൾ തിരിഞ്ഞത്. 2 കിലോമീറ്റർ ആണ് ഈസ്റ്റിലോട്ട് തിരിഞ്ഞത്. അതിനുശേഷം അയാൾ തിരിഞ്ഞത് എങ്ങോട്ടാണ്? നോർത്ത്. നോർത്ത് അറിയുമ്പോൾ മുകളിലോട്ടാണ്. എത്രയാണ് അയാൾ തിരിഞ്ഞത്? 9. അപ്പൊ നമ്മൾ ഇവിടെ വരെ നമ്മൾ 5, അപ്പൊ ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ടാവും. 9 കിലോമീറ്റർ ആണ് വരുന്നത്. ദെൻ 9 കിലോമീറ്റർ ആണ് വരുന്നത്. ഇത് ഞാൻ ജസ്റ്റ് അടി മാർക്ക് ചെയ്താണ്, അത് ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് 9 കിലോമീറ്റർ. അതിനുശേഷം എന്താണ് പറയുന്നത്? ദെൻ അയാൾ നടന്നു. ഇത്രയേ നടന്നിട്ടുള്ളൂ. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്, ഇതാണ് എൻഡിങ് പോയിന്റ്. ഇത് തമ്മിലുള്ള ആ ഒരു ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൂരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ യൂസ് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ആംഗിളിൽ യൂസ് ചെയ്തിട്ടുള്ള പൈതഗോറസ് തിയറി ആണ് യൂസ് ചെയ്യേണ്ടത്. ഡെഫിനറ്റ്ലി അതിന് നമുക്ക് ചിലപ്പോൾ വിസിബിൾ ആയിട്ടൊന്നും കാണില്ല. നമ്മൾ അതിലോട്ട് എത്തിച്ച് മതി. എപ്പോഴും പറയുന്ന പോലെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇതിലൊരു ദൂരം ചോദിക്കില്ല. അപ്പൊ നമ്മൾ അതിലോട്ട് എത്തിക്കണം. ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ് എൻഡിങ് പോയിന്റിലോട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഇത് കിട്ടി. ഹൈപ്പോട്ടനസ് ആണ് ഇത്. നമുക്ക് ഒബ്വിയസ്ലി പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ബേസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടോട്ട് കയറ്റിയാ പോരെ. ഈ ദൂരം തന്നെ അല്ലേ ഇവിടെ. 1+2 ആണ് ഇവിടെ വരുന്നത്. ഇത്രയും നമ്മൾ 5 നമുക്ക് കിട്ടി. ഇത്രയും 5 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ബാക്കി ഇത്രയും വരുന്നത് 4 ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഈ ഒരു ഏരിയ കാണുന്നുണ്ടെങ്കിൽ h=√of എന്താണ്? p² + b² ആണ്. സോ നമുക്ക് എന്താ? √of p² 4² എന്ന് കിട്ടി ആൻഡ് b² 3² എന്ന് കിട്ടി. അപ്പൊ 4² ആയിട്ട് 16 എന്ന് വരും. അതുപോലെ 3² 9 എന്ന് പറയും. ഇത് ആഡ് ചെയ്താൽ 25 എന്ന് കിട്ടും. 25 എന്ന് പറയുമ്പോൾ 5 ആണ്. മക്കളെ കിട്ടിയില്ലേ? 5 ആണ് അതിന് ആൻസർ വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു പൈതഗോറസ് തിയറിയിലോട്ട് മാറ്റാം. അതിന് നമുക്ക് ആ ഒരു കറക്റ്റ് ലൈനിൽ തന്നെ കിട്ടണമെന്നുണ്ടാവില്ല. നമ്മൾ അതിലോട്ട് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റും. സോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ എക്സാം വരുന്നത് December 27th ഈ വരുന്ന ഫ്രൈഡേ ആണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ട് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. കാരണം നമ്മുടെ ഈ 50% ആണ് നമ്മൾ ഇതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അവർക്ക് കോഴ്സ് എടുത്തിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പഠിക്കാനും കൃത്യമായിട്ടുള്ള നോളേജിലൂടെ ക്ലിയർ ചെയ്യാനും എന്നുള്ളത്. ഇപ്പൊ സെൽഫ് സ്റ്റഡിയിൽ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ 6 മാസം എടുത്ത് പഠിക്കേണ്ട 5 മാസം എടുത്ത് പഠിക്കേണ്ടത് 2-3 വർഷത്തോട് നീങ്ങുന്നതിന് മെയിൻ റീസൺ ഇതാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റിന്റെ ലിമിറ്റഡ് ഇത് അത് ചെയ്യാൻ
ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ സിലബസ് എക്സാമിന് തലേന്ന് വരെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ നിങ്ങൾ ഈ ടെസ്റ്റ് നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ടും ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളും ഇത് എക്സാം എഴുതണം. സോ നിങ്ങളുടെ ഒരു ലാസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ഇത് പറഞ്ഞാല് എന്തായാലും നിങ്ങൾ ഈ ഒരു ജാനുവരി അപ്ലൈ ചെയ്തവർ അതന്നെ ക്ലിയർ ചെയ്യണം. ഡെഫിനറ്റ്ലി ജൂൺ അപ്പുറത്തോട്ട് നിങ്ങൾ ഇത് കൊണ്ടുപോകരുത്. ആ ജൂൺ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.